LDFിന്റെ കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാത്തതിൽ വിവാദം. കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും LDFിൽ നിന്നും അകലുന്നതായി വിലയിരുത്തൽ. കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിട്ടേക്കുമെന്നും ചർച്ചകൾ സജീവം. ജോസ് കെ മാണി കേരളത്തിന് പുറത്തായതിനാൽ പങ്കെടുത്തില്ലെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. കഴിഞ്ഞ 2 LDF യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നതിന് പിന്നാലെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിലും ജോസ് കെ മാണി പങ്കെടുക്കാത്തതാണ് വിവാദത്തിലേക്ക് നയിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് N ജയരാജുമാണ് പാർട്ടിയെ പ്രതിനിധീകരിച്ച സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ജോസ് കെ മാണി കേരളത്തിന് പുറത്തായതിനാൽ പങ്കെടുത്തില്ലെന്നതാണ് പാർട്ടിയുടെ വിശദീകരണം. കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിട്ടേക്കുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ട്. ഇതിന് പിന്നാലെയാണ് LDF വേദികളിൽ നിന്നും ജോസ് കെ മാണി തുടർച്ചയായി വിട്ടുനിൽക്കുന്നത്. LDFിന്റെ മേഖലാ ജാഥകളിൽ മധ്യമേഖലയുടെ ക്യാപ്റ്റനാകേണ്ടത് ജോസ് കെ മാണിയാണ്. പാർലമെന്റ് സമ്മേളനമുള്ളതിനാൽ ഇതിന് കഴിയില്ലെന്ന് ജോസ് കെ മാണി LDF നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് മറ്റ് മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാർ. ഇത്ര പ്രാധാന്യത്തോടെ LDF നടത്തുന്ന ജാഥകളിൽ നിന്നുമാണ് ജോസ് കെ മാണി ഒഴിവാകുന്നതെന്നതാണ് ശ്രദ്ധേയം. ക്രൈസ്തവ സഭയും വിശ്വാസികളുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക്. തീവ്ര മുസ്ലിം പ്രീണനമടക്കം നടത്തുന്ന ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ ജോസ് കെ മാണിക്ക് സഭയിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ട്. പാർട്ടിക്കുള്ളിലും UDF ആണ് നല്ലതെന്ന അഭിപ്രായത്തിനും വലിയ പിന്തുണ ലഭിക്കുന്നു. ജനുവരി 16 ചേരുന്ന പാർട്ടി നേതൃയോഗത്തിൽ മുന്നണിയിൽ തുടരുന്നത് ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് സാരം. കേരള കോൺഗ്രസ് എമ്മിനെ മുസ്ലിം ലീഗും അടൂർ പ്രകാശിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളും UDFിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. ജനം, തിരുവനന്തപുരം.